വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. അവൾ ഒരു പുത്രനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. വിവാഹ നിശ്ചയം ചെയ്ത തന്റെ ഭാര്യ ഗർഭിണിയാണെന്നറിഞ്ഞ ജോസഫ് അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ ദേവദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് വിശുദ്ധ യൗസേപ്പിനോട് പറയുന്ന വാക്കുകളാണ് ഇവ. ഇവിടെ 3 ദൗത്യങ്ങൾ കാണാം. ഒന്നാമതായി, ഈ വാക്കുകളിലൂടെ യൗസേപ്പ് പിതാവിന്റെ സംശയങ്ങൾ ഇല്ലാതാക്കാനും മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുന്നതിനും. രണ്ടാമതായി, അവൾക്ക് പിറക്കുന്ന കുഞ്ഞിന് എന്ത് പേരിടണം എന്ന നിർദ്ദേശം. മൂന്നാമതായി, ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ രക്ഷാകര ദൗത്യത്തെക്കുറിച്ച്, അതായത് അവനാണ് കാലങ്ങളായി ദൈവജനം കാത്തിരുന്ന ആദ്യ മാതാപിതാക്കൾക്ക് സർപ്പത്തിന്റെ തല തകർക്കുന്ന സ്ത്രീയുടെ സന്തതി എന്ന് അറിയിച്ചു. ഈ 3 കാര്യങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയുള്ളതാണ്. അതോടൊപ്പം മറിയത്തെ നമുക്ക് രക്ഷകന്റെ അമ്മയും നമ്മുടെ അമ്മയുമായി സ്വീകരിക്കാം. യേശു നമ്മോടുകൂടെ ഉള്ളവനാണ് എന്ന സന്ദേശം നൽകി അവനിലൂടെ രക്ഷ സാധ്യമാവുകയുള്ളൂ എന്ന വിശ്വാസത്തോടെ നമുക്ക് ഈ വചനം സ്വീകരിക്കാം.